ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായക്കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ബ്രെഡ് പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. മധുരമുള്ള ബ്രെഡ് പൊരിച്ചതും എരിവുള്ള ബ്രെഡ് പൊരിച്ചതും ചായക്കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മധുരമുള്ള ടൈപ്പിലുള്ള ബ്രെഡ് പൊരിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് 250 ml ഒരു കപ്പ് മൈദ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഏകദേശം ഒരു 8 ബ്രെഡിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ക്രിസ്പിനെസ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. കളർ കൂടെ ഉണ്ടെങ്കിലേ അത് ഭംഗി കിട്ടുള്ളൂ. പിന്നെ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ബാറ്റർ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ടൈറ്റും ആവരുത്, ഒരുപാട് അങ്ങ് ലൂസും ആവരുത് കേട്ടോ. ആ രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസായി പോയാൽ നമ്മുടെ ബ്രെഡ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡിൽ ആ ഒരു ബാറ്റർ കോട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡിൽ എണ്ണ നന്നായിട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കാണാനൊരു മൊഞ്ചിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എള്ളാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ ഒരു പാനിൽ ഇതുപോലെ പരന്ന ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. 2 ഒരുമിച്ചാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കരുത്, നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട, കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തുള്ള ആ ഒരു മൈദയുടെ കോട്ടിങ് മാത്രം ഒന്ന് കുക്കായി വന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയത്ത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഓയിൽ കുടിക്കും കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. എന്നിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂലേക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ പേപ്പറിലേക്കോ ഒക്കെ നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതാ പറഞ്ഞത്, പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈസി അല്ലേ, ബാറ്റർ ആയാലും എല്ലാം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഒന്നും പുറത്ത് നമ്മൾ എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ബ്രെഡ് വെറുതെ കഴിക്കുന്നതിലേറെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളും കഴിച്ചോളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FBയിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്